എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും സ്വാഗതവും. ജീവനും ജീവിതവും പഠന പരമ്പരയിലെ 198-ാമത്തെ സെഷനാണ് ഇന്ന് നമുക്ക് ഈ ദിവസമുള്ളത്. ഈ 198-ൽ കഴിഞ്ഞ ക്ലാസ് മുതൽ ഒരു സവിശേഷമായിരിക്കുന്ന വിഷയമായിരുന്നു നമുക്ക് മുമ്പിലുള്ളത്. 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകളുടെ വേദശാസ്ത്രവും അതിൻ്റെ നീതിശാസ്ത്രവും. കഴിഞ്ഞ ക്ലാസ് ഇതിൻ്റെ ഒരു ആമുഖമായിട്ടായിരുന്നു എടുത്തിരുന്നത്. പൊതുവെ നമ്മളൊക്കെ 10 കൽപ്പനകളെ അരുതുകൾ എന്ന നിലയിലാണ് കാണുന്നത്. നമ്മുടെ ഒരു രീതി ശാസ്ത്രം അതായിരുന്നു അരുതുകൾ. അതിരുകൾ ലംഘിച്ചാൽ ശിക്ഷ എന്നതാണല്ലോ ഈ അരുതുകൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതായത് ഈ കൽപ്പനകൾ അനുസരിക്കുക, അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ഭയം. കൽപ്പനകൾ ലംഘിച്ചാൽ അതിന് ശിക്ഷയുണ്ട്, അതുകൊണ്ടൊരു ഭയമായിരുന്നു നമ്മളിത് അനുസരിക്കുന്നതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. എന്നാൽ കൽപ്പനകളെ അതിരുകളായിട്ടല്ല, നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്ന അതിരുകളായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നായിരുന്നു നമ്മൾ ആമുഖത്തിൽ പ്രാഥമികമായിട്ട് കേട്ടത്. നമുക്ക് ചില അതിർവരമ്പുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക്, അതിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ട് ചില അതിരുകൾ ദൈവം നിശ്ചയിച്ചതാണ്. അതാണ് കൽപ്പനകൾ എന്നാണ് നമ്മൾ തുടക്കത്തിൽ അതിൻ്റെ ആമുഖം ക്ലാസ്സിൽ കേട്ടത്. അതായത് നമ്മൾ കൽപ്പനകളെ സമീപിക്കേണ്ടത് വളരെ ക്രിയാത്മകമായിട്ടാണ്. അതിൻ്റെ നെഗറ്റീവ് ആയിട്ട്, അരുതുകളായിട്ടല്ല, മറിച്ച് അതിനെ സക്രിയമായിരിക്കുന്ന നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ചില വസ്തുതകളാണ് എന്ന നിലയിൽ നമ്മളതിനെ സമീപിക്കണം എന്നാണ് അതിൻ്റെ സാരമായിട്ട് നമ്മൾ പഠിച്ചത്. ഇങ്ങനെ പോസിറ്റീവായിട്ട് ഈ കൽപ്പനകളെ സമീപിക്കണം എന്നുള്ളത് നമ്മെ പഠിപ്പിച്ചതുപോലും നമ്മുടെ കർത്താവാണെന്ന് നമുക്കറിയാം. കർത്താവ് കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 10 കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനെ രണ്ടായിട്ട് കർത്താവ് സംഗ്രഹിക്കുന്നത് നാം വായിക്കുന്നുണ്ട്, സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ആ 2 കൽപ്പനയായിട്ട് സംഗ്രഹിക്കുമ്പോൾ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക എന്നും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതായിരിക്കുന്ന വളരെ പോസിറ്റീവായിരിക്കുന്ന ആ ഒരു നിലയിൽ 2 നീതിശാസ്ത്രങ്ങൾ കർത്താവ് നമ്മെ ഈ 10 കൽപ്പനകളെ സമീപിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൽപ്പനകൾ, 10 കൽപ്പനകളെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തോട് വളരെ സക്രിയമായിട്ട് ചേർത്ത് നിർത്തുന്ന, ജീവിതത്തിൻ്റെ നന്മ, അതിൻ്റെ സഫലത അതൊക്കെ നൽകുന്നതായിട്ടാണ് നമ്മൾ ഈ കൽപ്പനകളെ കാണേണ്ടത് എന്നാണ് നമ്മൾ ചുരുക്കത്തിൽ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അതിലൊന്നാമത്തെ പ്രമാണം, ഓരോ ദിവസമായിട്ട് ഈ 10 കൽപ്പനകളെ നമ്മൾ ഒന്നുകൂടി അത് പഠിക്കുവാനായിട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ട് അതിൻ്റെ ക്രിയാത്മകമായിരിക്കുന്ന വശം എന്താണ് എന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ പ്രമാണമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിട്ടുള്ളത്. നമുക്കറിയാം, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അതാണ് ഒന്നാമത്തെ പ്രമാണമായിട്ട് ദൈവം നമുക്ക് നൽകിയത്. മനുഷ്യജീവിതങ്ങളുടെ കേന്ദ്രം അത് ദൈവമാണെന്നും ഈ ദൈവം ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് അർഹമായിരിക്കുന്ന മഹത്വം കൊടുത്ത് ആ ദൈവവുമായിട്ട് നിസ്തുല്യമായിരിക്കുന്ന ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിരിക്കുന്ന കാര്യം എന്നാണ് ഈ ഒന്നാമത്തെ കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ദൈവ വീക്ഷണം എന്താണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദൈവബന്ധം ഏത് വിധേനയാണ് വളരെ സക്രിയമായിട്ട് നിലനിൽക്കേണ്ടതെന്ന്, ഫലകരമായിട്ട് നിലനിൽക്കേണ്ടതെന്ന് നമുക്കൊന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കാം. വളരെ ക്രിയാത്മകമായിട്ട് നമ്മുടെ ഈ കൽപ്പനകളെ, ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തെ പരിശോധിക്കുന്നതിനും ആ കൽപ്പനകളെ ആ നിലയിൽ കാണുന്നതിനും നമുക്കൊന്ന് ശ്രമിക്കാം. വിഷയത്തിൻ്റെ അവതരണത്തിനായിട്ട് പ്രിയ ക്ലീറ്റസ് സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ദൈവത്തിൻ്റെ വചനം പറയാനും പങ്കുവയ്ക്കാനും ലഭിച്ച അവസരം ഓർത്ത് ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിനു മുൻപും ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രാരംഭ ക്ലാസ്സുകൾ നടന്നു. ഞാനത് കേട്ടില്ല, എങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞതിൽ നിന്ന് എന്താണ് പറഞ്ഞതെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ എനിക്ക് കിട്ടാനിടയായി. 10 കൽപ്പനകളെ കുറിച്ചുള്ള പഠനമാണ്. അത് നമ്മുടെ ക്രിസ്തീയ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കും, അതിന് ഇന്ന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഈ വിഷയത്തിൽ ചിന്തിക്കുകയും പഠിക്കാനായിട്ട് താല്പര്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിജ്ഞാനത്തിൻ്റെയും വേഗത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് ധാരാളം തരട്ടെ. സത്യങ്ങൾ നന്നായിട്ട് പഠിക്കാനും ഗ്രഹിക്കാനുള്ള അവസരം ദൈവം നമുക്ക് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 10 കൽപ്പനകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ ഇത് ദൈവത്തിൻ്റെ ഒരു പബ്ലിക് പ്രൊക്ലമേഷൻ ആയിട്ടാണ് വാസ്തവത്തിൽ ഈ 10 കൽപ്പനകളെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നത്. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം നമ്മൾ വായിക്കുന്നു, അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. അപ്പൊ ഈ 10 കൽപ്പനകളുടെ പ്രഖ്യാപനം കേൾവി മാത്രമായിരുന്നില്ല, ഒരു കാഴ്ചയും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ഭയത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു വലിയ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ഒരു അനുഭവമായിരുന്നു സീനായി പർവ്വതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് ജനത്തോട് 10 കൽപ്പനകൾ വിളംബരം ചെയ്ത അനുഭവം, സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അത് ചെറിയൊരു കാര്യമല്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ ഓൾ ഹിസ്റ്ററിയിൽ തന്നെ ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരോട് സംസാരിച്ചു, മനുഷ്യർക്ക് ഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുന്ന ചെറിയൊരു ഘടനകളാണ് പിൽക്കാലത്ത് ലോകത്തിലെ എത്തിക്കൽ ലൈഫ്, കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനമായിട്ടും ഗൈഡ് ലൈനായിട്ടും ഒക്കെ പിൽക്കാലത്ത് തീർന്നു. ലോകത്തിലെ എല്ലാ നീതി വ്യവസ്ഥകളെ കുറിച്ചും പറയുന്നത് ഈ 10 കൽപ്പനകളുടെ വ്യാഖ്യാനമാണ്, വിശദീകരണങ്ങളാണ് എന്നിങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് സത്യവുമാണ്. ആ നിലയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രാപിച്ച കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവജനത്തെ സംബന്ധിച്ചൊരു വലിയ പ്രശംസയാണ്. മോശ ഒരിക്കൽ ഇസ്രായേൽ മക്കളോട് ചോദിച്ചു, നിങ്ങളെപ്പോലെ ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ ലഭിച്ച വേറെ ഏതാ ഒരു ജാതി ഉള്ളത് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാൻ പറ്റുക, ദൈവത്തിന്റെ അരുളപ്പാടുകളെ സ്വീകരിച്ചു, ദൈവത്തിന്റെ വചനത്തെ അതിന്റെ നിസ്തുല്യതയിൽ മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചു എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ കാര്യമായിട്ടാണ് ദൈവം തന്നെ കണക്കാക്കിയിരിക്കുന്നത്. ഈ പുതിയ നിയമകാലത്ത് ദൈവം നമുക്കതിനുള്ള അവസരം തന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചു. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, എന്നാൽ നമുക്ക് അതിനെ വിവേചിക്കാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള പ്രത്യേക അവസരവും ഭാഗ്യവും പദവിയും ഒക്കെ ദൈവം നമുക്ക് തന്നു. നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, ലോയെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ലൈറ്റ്. സത്യങ്ങളെ തിരിച്ചറിയാനായിട്ട്, വ്യാജം എന്താണ് സത്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്നതിന് യാതൊരു സംശയവുമില്ല. ആ നിലയിലൊക്കെ ഇതിന് ഒത്തിരി പ്രാധാന്യമുണ്ട് എന്ന കാര്യം പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം തന്നെ ഈ വചനങ്ങളെ തൻ്റെ ജനത്തോട് സംസാരിച്ചു. മോശ മുഖാന്തരം സംസാരിക്കുകയല്ല ചെയ്തത്, ദൈവം തന്നെ ദൈവമക്കളോട്, ഇസ്രായേൽ മക്കളോട് നേരിട്ട് സംസാരിച്ച വചനങ്ങളാണ് 10 കൽപ്പനകൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. 1-ാമത്തെ കൽപ്പന തന്നെ നമ്മൾ വായിക്കുന്നത് വളരെ നിസ്തുല്യമായ വിധത്തിലാണ്. ഇവിടെ പറയുന്നത്, ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. വളരെ അതിശയമായിരിക്കുന്ന ഒരു പ്രസ്താവനയോട് കൂടെയാണ് ആരംഭിക്കുന്നത്. അന്യ ദൈവങ്ങളൊന്നും പാടില്ല, ഞാൻ മാത്രമേ നിനക്ക് ദൈവമായിരിക്കാനായിട്ട് പറ്റൂ.
പ്രിയമുള്ളവരെ, ദൈവം ഈ വചനങ്ങളെ പറഞ്ഞ് ആരംഭിക്കുന്ന സമയത്ത് പറഞ്ഞല്ല ദൈവം 10 കൽപ്പനകളെ തന്റെ ജനത്തിന് നൽകിയത്, മറിച്ച് ദൈവം ദൈവത്തെക്കുറിച്ച് പറഞ്ഞ്, റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യനല്ല, ദൈവം തന്നെയാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അതിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ അസ്തിത്വം അർത്ഥവത്തും അനുഗ്രഹപൂർണവുമായിട്ട് തീരണമെങ്കിൽ എപ്പോഴാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, താൻ സത്യദൈവത്തെ അറിയുന്ന ആ ഒരു സത്യദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുന്ന പോയിന്റ് മുതലാണ് തൻ്റെ അസ്തിത്വം അർത്ഥവത്തായി തീരുന്നത്, അനുഗ്രഹമായി തീരുന്നത്, ഫലവത്തായിട്ട് തീരുന്നത്. അല്ലാതെ അതിന് യാതൊരു സാധ്യതകളുമില്ല എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സത്യദൈവത്തെ അറിയുന്ന പോയിന്റിലാണ് നമുക്ക് നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു വലിയ പർപ്പസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫുൾഫിൽമെന്റ്, ഒരു നിറവേറല്, ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ ഞാൻ എന്നെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുന്ന സമയത്താണ് എൻ്റെ ജീവിതം സാർത്ഥകമായി തീരുന്നത് എന്ന നിലയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കൽപ്പനയാണ് ഞാനാകുന്നു, ഇല്ലേ? ഇവിടെ പറയുന്നത് പോലെ, കൊണ്ടുവന്ന യഹോവയാ ഞാൻ നിന്റെ ദൈവം ആകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ, ഹു ഈസ് ദിസ് ട്രൂ ഗോഡ്? ഈ സത്യദൈവം ആരാണ്? ഈ സത്യദൈവം എങ്ങനെയുള്ളവനാണ് എന്നറിയുന്നിടത്താണ് നമ്മുടെ എക്സിസ്റ്റൻസ് സാർത്ഥകമായി തീരുന്ന, അനുഗ്രഹമായിട്ട് തീരുന്നത്. ഈ കൽപ്പനകളെ കുറിച്ച് പറയുന്ന സമയത്ത് കർത്താവ് ഈ കൽപ്പന കൊടുത്തത് മിസ്രൈം ദേശത്ത് വെച്ചല്ല. ഈ കൽപ്പനയെ കർത്താവ് കൊടുത്തത് വീണ്ടെടുക്കപ്പെട്ട ജനത്തിനാണ്, റിഡീംഡ് കമ്മ്യൂണിറ്റിക്കാണ്. മിസ്രൈം ദേശത്തിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചോരത്തളി ആചരിച്ച് ചെങ്കടൽ വിഭാഗിച്ച് അപ്പുറം കടന്ന ദൈവജനത്തിനാണ് ദൈവം ഈ കൽപ്പന കൊടുത്തത്. അപ്പൊ കൽപ്പനകളെ കുറിച്ച് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് കൊടുത്തതാണ്. വീണ്ടെടുക്കപ്പെടാൻ പോകുന്ന ജനത്തിനല്ല, വീണ്ടെടുക്കപ്പെട്ട ജനത്തിനാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് കൽപ്പനകൾ ആവശ്യമാണ്. എന്തുകൊണ്ട് ആവശ്യമാണെന്ന് ചോദിച്ചാൽ, അതിനെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന ജനം സ്വതന്ത്രരായിട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് ഈ പ്രമാണങ്ങൾ വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ അവർ വീണ്ടും അടിമത്തത്തിലേക്ക് പോകും. എന്തിന്റെ അടിമത്തത്തിലേക്ക്? അന്ധത, അന്ധവിശ്വാസങ്ങള്, പാപം, തെറ്റായിരിക്കുന്ന ജീവിത വീക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു അടിമത്തത്തിലേക്ക് മനുഷ്യരെ അധപ്പതിച്ച് വീണ്ടും പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കേഴ്സ്, ഒരു ശാപമല്ല, ഇറ്റ്സ് എ ലൈറ്റ്, എ ടോർച്ച്. അതൊരു പ്രകാശമാണ്, പ്രകാശ ദീപമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് വീണ്ടെടുക്കപ്പെട്ട നിലയിൽ നിലനിന്ന് സ്വതന്ത്രരായിട്ട് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവരുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും ഇത് ആവശ്യമാണ്. ഈ പ്രസ്താവന ദൈവം ആരംഭിക്കുമ്പം പറയുന്നത് ഇങ്ങനെയാണ്: അടിമ വീടായിരുന്ന മിസ്രൈം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ. അപ്പം ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് ഈ കാര്യങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയാനായിട്ട് 2 വിധത്തിലുള്ള അധികാരമുണ്ട്. ഒന്ന്, ബൈ ക്രിയേഷൻ, അവരെ സൃഷ്ടിച്ചത് ഈ ദൈവമാണ്. കാരണം ഒരു ദൈവമേ ഉള്ളൂ, സൃഷ്ടിതാവായിട്ട് ഒരു ദൈവമേ ഉള്ളൂ. രണ്ടാമത്, ഹി ഈസ് ദ റെഡീമർ, ഇവരെ അടിമ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് ഈ ദൈവമാണ്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ചുമ്മാ പറയല്ല. ആദ്യമേ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് യഹോവയായ ഞാനാണ്. അപ്പൊ ദൈവം ഈ കാര്യങ്ങളെ പറയുന്ന സമയത്ത് 2 വിധത്തിൽ അതിന്റെ റെഫറൻസ് പോയിന്റ്. ഒന്ന്, ഹീ ഈസ് ദ ക്രിയേറ്റർ, താനാണ് അവരുടെ സൃഷ്ടിതാവ്. രണ്ടാമത്, ഹീ ഈസ് ദർ റെഡീമർ, അവരെ വീണ്ടെടുത്തത്, അടിമത്ത വീട്ടിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ദൈവം ആണ്. ആ ജനത്തോടാണ് പറയുന്നത്, നിങ്ങൾ ഈ കൽപ്പനകളെ പ്രമാണിക്കണം. അതിൽ തന്നെ ആദ്യം പറയുന്ന കൽപ്പനയാണ്,
യഹോവയായ ഈ ദൈവമാണ് ഏകദൈവം, സത്യദൈവം. ഈ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും അനുഗ്രഹവും എന്ന കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നീട് വരുന്ന പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ന്യായപ്രമാണത്തെ അവര് ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് അനുഗ്രഹം. അവർ പരാജയത്തിലേക്ക് പോകുന്ന ഒരു സമൂഹമല്ല. പുതിയ നിയമത്തിൽ അപസ്തലൻ പറയുന്ന പോലെ എല്ലായിടത്തും ജയോത്സവമായിട്ട് നടത്തുന്ന ഒരു ദൈവത്തോടുള്ള ബന്ധം സാധ്യമാകുന്നത് ഈ പ്രമാണങ്ങളിലൂടെയാണ് എന്ന കാര്യം അടിവരയിട്ട് പിന്നീട് വരുന്ന എല്ലാ പുസ്തകങ്ങളിലും ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ കൽപ്പനയെക്കുറിച്ച് പറയുമ്പം ഇതിന്റെ ഒരു ഫിലസോഫിക്കൽ അല്ലെങ്കിൽ തത്വചിന്തപരമായിട്ട് ചില ആശയങ്ങൾ ഈ കൽപ്പന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഉള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത്, യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകും. വേറെ ഒരു ദൈവമല്ല, ഈ ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പം ഇത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളെയും മനുഷ്യനെയും കോർത്തിണക്കുന്ന ഏക റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ദൈവമാണ്. ഈ ദൈവം ഇല്ല എങ്കിൽ നമുക്ക് ഒരു ബന്ധവും ഇല്ല. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും ചരാചരങ്ങളും വസ്തുക്കളും ഇവയൊക്കെ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എന്ത് ബന്ധമാണ്? പല ഭൂഖണ്ഡങ്ങളിലായി ചിതറിക്കിടക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവുമില്ല, ഒരു പോയിന്റ് ഇല്ല, ഒരു മീനിങ് ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സത്യങ്ങളിൽ ഒന്നാമത്തെ കൽപ്പന പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ യഹോവയായ ദൈവമാകുന്നു, നിങ്ങളെ വീണ്ടെടുത്ത ദൈവമാണ് എന്ന് പറയുന്നത് മനുഷ്യരെ ചേതനവും അചേതനവുമായിരിക്കുന്ന സകല വസ്തുക്കളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റെഫറൻസ് പോയിന്റ്, ആത്യന്തികമായിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവമാണ്. ഈ ദൈവത്തോട് കണക്ട് ചെയ്ത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് അർത്ഥമുണ്ടാകുന്ന, അനുഗ്രഹം ഉണ്ടാകുന്നത്, ആത്മീയമായ സന്തോഷം, മാനസികമായ സന്തോഷം, ധൈര്യം ഒക്കെ നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ശരിയായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടോ ഒരു ദർശനമോ ഒന്നും ഉണ്ടാകില്ല. ഇതിനെ നമുക്ക് ശരിയായി കോർത്തിണക്കി ചിന്തിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിനെയും കോർത്തിണക്കി ചിന്തിക്കാനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ദൈവം ഈ പ്രസ്താവന തന്നെ പറഞ്ഞ് ആരംഭിക്കുകയാണ്. എന്താ പറയുന്നത്? യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. മറ്റാര് വിചാരിച്ചാലും ഇതിനെ ഒന്നും ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരു അർത്ഥം ഉണ്ടാകില്ല, അനുഗ്രഹം ഉണ്ടാകില്ല. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവത്തോട് ശരിയായിരിക്കുന്ന ബന്ധത്തിൽ പോകുമ്പോഴാണ് നമുക്ക് ജീവനും ജീവിതവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കുകയില്ല. ഇപ്പം റോമാലേഖനത്തിൽ പല പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പല വാക്കുകൾ ഉപയോഗിച്ച് അപ്പസ്തലനായ പൗലോസ്, എനിക്ക് തോന്നുന്നത് 6-7 പ്രാവശ്യം ആ ലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഈ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നിടത്ത്, മനുഷ്യർ പാപത്തിലേക്ക് പോകുന്നിടത്ത് there is no peace, യാതൊരു സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല, യാതൊരു അനുഗ്രഹവും ഇല്ല. പാപത്തിന്റെ ശമ്പളം, ജഡത്തിന്റെ ചിന്ത മരണമത്രേ, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും എന്ന് പറയുമ്പം പറയുന്ന എന്താണ് കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവത്തോട് ഒരു റിലേഷൻഷിപ്പിൽ മാത്രമാണ് നമുക്ക് ജീവിതമുള്ളൂ, ജീവനുള്ളൂ, സമാധാനമുള്ളൂ, പ്രത്യാശയുള്ളൂ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്ന ഇസ്രായേൽ മക്കളോട്, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദൈവം മാത്രമേ ദൈവമുള്ളൂ. ഈ ദൈവത്തോടുള്ള പ്രോപ്പർ അലൈൻമെന്റിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയും ഫ്യൂച്ചറും ഇരിക്കുന്നത്. അന്യ ദൈവങ്ങൾ എന്ന് പറയുന്ന മിഥ്യയാണ്, അവ യാഥാർത്ഥ്യങ്ങളല്ല. അവയോട് പൊരുത്തപ്പെട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് എന്താണ്? പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? സ്ലേവറി. പഴയ നിയമത്തില് വായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്യ ദൈവങ്ങളോടുള്ള ബന്ധത്തിലേക്ക് പോകുന്നിടത്ത് അടിമത്തമാണ്, മരണമാണ്, തകർച്ചയാണ്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, അന്യ ദൈവങ്ങളെ ചുമക്കുന്ന മനുഷ്യർ കുനിഞ്ഞു പോകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കുനിഞ്ഞു പോകുന്നു, കാരണം ഈ ദൈവങ്ങളുടെ വെയിറ്റ് കാരണം ആളുകൾ കുനിഞ്ഞു പോകുന്നു. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ പ്രവാചകൻ പറയാണ്, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും.
അപ്പം ഈ ഈ വേദപുസ്തകത്തിലെ ദൈവം ഒഴികെയുള്ള ദൈവങ്ങളെ കുറിച്ച് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ദൈവങ്ങളെ മനുഷ്യർ ചുമക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന്റെ ദൈവം മനുഷ്യരെ ചുമക്കുന്ന ദൈവമാണ്. സോ ദർ ഈസ് എ ഡിഫറൻസ്. വലിയൊരു വ്യത്യാസമാണ്. അവ ചുമക്കാൻ കഴിവുള്ള കാലത്തോളമാണ് മനുഷ്യർക്ക് ഈ ദൈവങ്ങളെ ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. എന്നാൽ ദൈവം പറയുന്നത് നിങ്ങൾ എന്നെ അല്ല കൊണ്ടേ നടക്കുന്നത്, ഞാൻ നിങ്ങളെയാണ്. അത് നിങ്ങൾക്ക് കഴിവില്ലാതെ വരുമ്പോഴും, നിങ്ങളുടെ ബലം ക്ഷയിക്കുമ്പോഴും, ജീർണത വരുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നു. മാത്രമല്ല, ഈ ദൈവത്തെ ശരിയായി അറിയുന്നതിലൂടെയാണ് നമുക്ക് നമ്മളെ അറിയാൻ പറ്റുന്നത്, നമ്മുടെ സഹോദരന്മാരെ അറിയാൻ പറ്റുന്നത്, ഈ ഭൂമിയെ അറിയാൻ പറ്റുന്നത്, സൂര്യനെ അറിയാൻ പറ്റുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെ കുറിച്ചും അറിയാൻ പറ്റുന്നത്, അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാനും ഇവയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഈ ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. ഈ ദൈവത്തെ അറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ നമുക്ക് ഇത് ഒരിക്കലും അറിയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. ഈ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വേറെയും ചില സാമാന്യമായിരിക്കുന്ന ദൈവശാസ്ത്ര തോട്ട്സ് ഉണ്ട്. ദൈവത്തെക്കുറിച്ച് നാം അറിയേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, അടിമ വീടായി മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒന്ന്, ഒറ്റ ദൈവമേ ഉള്ളൂ, വേറെ ദൈവങ്ങളൊന്നും ഇല്ല. ഏക ദൈവം എന്ന കോൺസെപ്റ്റ് ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ദൈവം ലോകത്തോട് വിളംബരം ചെയ്യുന്നു, ഇസ്രായേൽ മക്കളോട് വിളംബരം ചെയ്യുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ജാതീയ ലോകത്തിൽ 100,000 ദൈവങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് 100,000 ദൈവങ്ങളും ദേവിമാരും ഉണ്ട്. പക്ഷെ ഒന്നാമത്തെ കൽപ്പന ശരിക്കും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ദൈവത്തിന്റെ നിസ്തുല്യത, ഇൻകമ്പയറബിലിറ്റി, വേറെ ഒന്നിനോടും തുലനപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം നിസ്തുല്യനായിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ശരിയായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. There is only one God. ഒറ്റ ദൈവമേ ഉള്ളൂ. ഇസ്രായേലെ കേൾക്കാൻ, നിന്റെ ദൈവമായ യഹോവ ഏകനാകും. ഒറ്റ ദൈവമേ ഉള്ളൂ, രണ്ട് ദൈവം ഇല്ല. അപ്പൊ നമ്മള് ഗോസ്പല് പറയുകയും ദൈവത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നിടത്ത് എപ്പോഴും ആളുകൾ പറയാം, നിങ്ങൾ ഇത്ര എക്സ്ക്ലൂസീവ് ആകുന്നതിന്റെ കാര്യം എന്താണ്? എല്ലാവരും എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മാത്രം എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ യേശു, നിങ്ങളുടെ രക്ഷ, വേറെ ഒന്നുമില്ല ഇല്ല എന്ന് നിങ്ങൾ പറയുന്നതിന്റെ കാരണം എന്താണ് എന്നൊക്കെ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം പറഞ്ഞ ഒരു ആശയമല്ല. പഴയ നിയമത്തിലെ മോശയും പ്രവാചകന്മാരും മുഖാന്തരം ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ്. യേശു കർത്താവ് അതിൻ്റെ കൾമിനേഷനിലേക്ക്, ആശയത്തെ കൂടുതൽ ഭംഗിയായി കുറച്ചും കൂടെ വിശദമായി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. There is only one God. ഒറ്റ ദൈവമേ ഉള്ളൂ, വേറെ ഒരു ദൈവം ഇല്ല. മാത്രമല്ല, നമുക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ദൈവം ജലസാണ്, ഇല്ലേ? ഈ വാക്യങ്ങൾ വായിക്കുമ്പം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താണ്? നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീക്ഷ്ണതയുള്ള ദൈവം ആകും. ദൈവത്തിന്റെ തീക്ഷ്ണത എന്തിനെ കുറിച്ചാണ്? ദൈവത്തിന്റെ തീക്ഷ്ണത ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് തന്നെയാണ്, ദൈവത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് തന്നെ, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് തന്നെ, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് തന്നെ. ദൈവം വളരെ തീക്ഷ്ണതയുള്ളവനാണ്. അതിന്റെ കാരണം എന്താണ്? അങ്ങനെ വേറൊരു ദൈവമില്ല. ഈ ദൈവം അത്ര വലിയവനും സർവോത്കൃഷ്ടനുമായിരിക്കുന്ന ദൈവമാണ്. വേറെ ഒന്നിനോടും തുലനപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. സാധിക്കാതെ വണ്ണം അവൻ അത്യുന്നതനായിരിക്കുന്ന ദൈവമാണ്. അത് ഒന്നാമത്തെ കൽപ്പനയിൽ കർത്താവ് വിശദീകരിച്ചിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നിടത്ത് they should be jealous of the name of their God. അവരുടെ ദൈവത്തെക്കുറിച്ച് അവരും തീക്ഷ്ണത ഉള്ള ആളുകളായിരിക്കും. വില്യം മക്ഡൊണാൾഡിന്റെ പുസ്തകത്തിൽ, ശിഷ്യത്വം എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള, ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിയില്ല, കഴിവില്ല,
എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അവൻ തീക്ഷ്ണതയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ദൈവം ഇത്ര വലിയവനായിരിക്കുന്ന ഒരു ദൈവമാണ്, ഇത്ര മഹത്വപൂർണനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, പ്രകാശിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ ആകപ്പാടെ ചത്തേ ചതഞ്ഞ എന്നുള്ളൊരു നിലയിലാണെങ്കിൽ അതല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം എങ്ങനെയുള്ളവരാണ്? ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് തീക്ഷ്ണതയുള്ള ജലസ് ഗോഡ്. അതുകൊണ്ടാണ് പറയുന്നത് അന്യ ദൈവങ്ങളൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. യഹോവയ്ക്ക് യാഗപീഠം ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയ കല്ലുകൾ കൊണ്ടൊന്നും ഉണ്ടാക്കണ്ട. ഹ്യൂമൻ പെർഫെക്ഷൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ദൈവത്തിന്റെ ആ ഒരു എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്ന കാര്യം വിശ്വാസികൾ, ദൈവജനം എല്ലാ കാലത്തും മനസ്സിലാക്കണം എന്നുള്ള നിർബന്ധം ദൈവത്തെ സംബന്ധിച്ച് ഉണ്ട്. ഒന്നും കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റില്ല. മാത്രമല്ല, ഒന്നാമത്തെ വാക്യത്തില് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുമ്പം സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്ത ദൈവത്തെ അവർ കണ്ടില്ല, ശബ്ദമേ കേട്ടുള്ളൂ. അപ്പൊ അത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് ഈസ് ഇൻവിസിബിൾ, അദൃശ്യനായിരിക്കുന്ന ദൈവമാണ്. അവനെ കാണാനായിട്ട് പറ്റില്ല. ജാതികളുടെ ദൈവങ്ങളെ പോലെയല്ല. ജാതികളുടെ ദൈവങ്ങളെ എടുത്തുകൊണ്ട് പോകണം. അവയ്ക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, കാതുണ്ട്, നാക്കുണ്ട്, എല്ലാം ഉണ്ട്. 3 ഡൈമെൻഷനിലാണ്. പക്ഷേ ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് അവൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ എന്ന് മോശെ ദൈവമക്കളെ പ്രത്യേകം ഓർപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്നത് ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവ ആത്മാവാകുന്നു എന്ന കാര്യം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ സേവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ ആരാധിക്കാനും ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് അറിഞ്ഞ് അത് ആരംഭിക്കുന്നതാണ് അനുഗ്രഹം. പ്രസിദ്ധനായ ഒരു ദൈവശാസ്ത്രജ്ഞൻ J.I. പാക്കർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു നോയിങ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, ദൈവത്തെ സേവിക്കാൻ എത്രയോ മനുഷ്യർ ഇറങ്ങി പുറപ്പെടുന്നു. പക്ഷെ സങ്കടകരമായ കാര്യം, തങ്ങൾ സേവിക്കാനായിട്ട് പോകുന്ന ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് അവർക്ക് അറിയില്ല. ഇസ്രായേൽ മക്കളുടെ ശുശ്രൂഷയിൽ അവർക്കുണ്ടായ ഒരു വലിയ പരാജയം അതാണ്, ഒരു വലിയ വീഴ്ച പറ്റിയത് അതാണ്. അവര് ജാതീയ ദൈവങ്ങളെ കണ്ട് പരിചയിച്ചിട്ടുണ്ട്, ഒത്തിരി രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായിരിക്കുന്ന ഈ ദൈവം ഇവൻ എങ്ങനെയുള്ളവനാണ്, ഇതെങ്ങനെ സേവിക്കാൻ പറ്റും, ഈ ദൈവത്തെ എങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ദാവീദ് പോലും പേടിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തോട് അടുത്ത് ഇടപഴകുന്നത് എങ്ങനെയാണ് എന്ന കാര്യം അറിഞ്ഞ്, ഈ ദൈവം ആരാണ് എന്നറിഞ്ഞ് ഈ ദൈവത്തോട് ഇടപെടണം എന്ന് നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണാനായിട്ട് പറ്റും. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ ദൈവം ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പഴയ നിയമത്തിലും ഇല്ല, പുതിയ നിയമത്തിലും ഇല്ല. അതെങ്ങനെ സാധിക്കും? ദൈവത്തിന്റെ സത്തയുടെ ഭാഗമായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് ആരെ കൊണ്ടും സാധിക്കില്ല. അപ്പം ദൈവം ഏകനാണ്, ദൈവം തീക്ഷ്ണതയുള്ളവനാണ്, ദൈവം ഇൻവിസിബിൾ, അദൃശ്യനാണ്. പിന്നെ മാത്രമല്ല ദൈവം സോവറിനാണ്. വേറെ ദൈവം ഇല്ലെന്ന് പറയുന്നത് പിന്നെ എന്താ പറയേണ്ടത്? സോവറിൻ ഗോഡ്, സർവാധികാരിയായിരിക്കുന്ന ദൈവം, സർവാധികാരിയാണ് എന്ന് പറയുന്നിടത്ത് പിന്നെ വേറെ എന്താ പറയുന്നത്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഇവിടെ പറയുന്ന കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവങ്ങൾ എന്നുള്ള വാക്കല്ല, ദൈവമാകുന്നു എന്ന് പറയുന്നിടത്ത് പിന്നെ സോവറിനിറ്റി, ദൈവത്തിന്റെ സർവാധികാരം എന്നല്ലാതെ നമുക്ക് വേറെ എന്താ പറയാനുള്ളത്? നമുക്ക് വേറെ ഒന്നും പറയുവാനായിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സവിശേഷമായിരിക്കുന്ന ഗുണങ്ങൾ ആ വാക്യങ്ങളിൽ ഇംപ്ലിസിറ്റ് ആണ്, ഒരളവിൽ എക്സ്പ്ലിസിറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ദൈവം സർവാധികാരിയാണ്, ഏക ദൈവം മാത്രമേ ഉള്ളൂ, അവൻ അദൃശ്യനായിരിക്കുന്ന ദൈവം ആണ്, അവൻ തീക്ഷ്ണതയുള്ള ദൈവം ആണ്.
ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തിന്നുകളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ദൈവത്തിന്റെ ആലയം എന്നൊക്കെ പറയുമ്പം ചില കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അതിനെ മനുഷ്യർ ധിഖരിക്കുന്ന സമയത്ത് ദൈവത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അല്ല. പ്രിയമുള്ളവർ, ഈ വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറെയും ചില കാര്യങ്ങൾ. അതെന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ ഗുണങ്ങൾ, ദൈവത്തിന്റെ അസ്തിത്വം, ദൈവത്തിന്റെ സ്വഭാവം എന്നിത്യാദി കാര്യങ്ങളെ ദൈവം ഒന്നാമത്തെ കൽപ്പനകളിലൂടെയും മറ്റ് കൽപ്പനകളിലൂടെയും ഒക്കെ ദൈവജനത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വെളിപ്പെടുത്തിയ ദൈവിക സത്യങ്ങളെ നാം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് വെച്ച് എങ്ങനെ ദൈവത്തോട് ഇടപെടുന്നു, നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് സോ ഇമ്പോർട്ടൻറ്റ്. ദൈവം അത് വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഈ വാക്യങ്ങളിൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവിടെ പറയുന്ന കാര്യം എന്തൊക്കെയാണ്? അന്യദൈവങ്ങളെ ഉണ്ടാക്കരുത്. ഒരു വ്യക്തിക്കോ വസ്തുവിനോ യാതൊന്നിനും ഡിവിനിറ്റി ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഈ ഞാൻ വായിച്ച ഒരു പുസ്തകത്തില് അദ്ദേഹത്തിന്റെ റോബർട്ട്സൺ മക്വിൽസൺ എന്നാന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കൊളംബിയ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന എത്തിക്സിനെ കുറിച്ച് വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ജപ്പാനിൽ ഒരിക്കലും പോയി. ജപ്പാനിൽ പോയ സമയത്ത് അവിടെ ഈ ജപ്പാനിൽ പല ക്ഷേത്രങ്ങളുണ്ടല്ലോ, ബുദ്ധമത ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയുള്ള വിശ്വാസികൾ അദ്ദേഹത്തെ ക്ഷേത്രങ്ങൾ കാണാൻ ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം ഇവർ കൊണ്ടുപോയതുകൊണ്ട് പല സ്ഥലത്തേക്കിടെയൊക്കെ പോയി. അപ്പം അവര് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഹൗ ഡു യു ഫീൽ? അപ്പം പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങളിത് ഇങ്ങനെ കാണാറുണ്ട്, പോകാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫീലിംഗ് എന്താണ്? ഇതൊക്കെ ഒരു രസം എന്നുള്ളതേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങളെ മുഴുവൻ ഡിസ്റ്റോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഫൺ കണ്ടെത്താനായിട്ട് പറ്റുന്നത്? അതൊരു വലിയ ചോദ്യമാണല്ലോ എന്ന് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിലും ഒത്തിരി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ക്ഷേത്രങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയെല്ലാം ഒരു ടൂറായിട്ട് പോയി അതെല്ലാം കണ്ട് അവിടെ നമുക്ക് എങ്ങനെ രസം കണ്ടെത്താനായിട്ട് പറ്റും? ഒരു ചോദ്യമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ സത്യങ്ങളെ മുഴുവൻ തലകീഴാക്കി വെച്ചിരിക്കുന്നു. അവിടെ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റും, രസം കണ്ടെത്താനായിട്ട് പറ്റും? അപ്പൊ ഇങ്ങനെയുള്ള പ്രായോഗികമായിരിക്കുന്ന ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അന്യ ദൈവങ്ങൾ പറ്റില്ല. സങ്കീർത്തനങ്ങളിൽ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, അന്യ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുന്നവർക്ക് വളരെ വേദനകൾ ഉണ്ടാകും, അന്യ ദൈവങ്ങളെ സേവിക്കുന്നവർക്ക് വേദന ഉണ്ടാകും എന്ന് പറയുന്ന വാക്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അന്യദേവന്മാരുടെ പേര് ഞാൻ എൻ്റെ നാവിൽ എടുക്കില്ല എന്നുള്ള സങ്കീർത്തനക്കാരന്റെ തീരുമാനം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചും ഒക്കെ ഇത്രയും വലിയ സത്യങ്ങൾ തന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുമ്പം അതിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മുടെ പ്രതികരണം, നമ്മൾ എങ്ങനെ ഇതിനോടൊക്കെ ഇടപെടുന്നത്, ഈ ദൈവിക സത്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അത് സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ് എന്നൊക്കെ ദൈവം വളരെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, പ്രതിമയൊന്നും നിങ്ങൾ ഉണ്ടാക്കരുത്, യഹോവയുടെ നാമം വൃഥായി എടുക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമം നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അത് ദൈവം വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നതാണ്. ദൈവത്തിന്റെ നാമം, ദൈവിക വിഷയങ്ങൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ സമീപനം എന്താണ്, അതിനെ ലൈറ്റായിട്ടാണോ എടുക്കുന്നത്? അപ്പൊ അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നു. മാത്രമല്ല, ഈ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തില് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ. റോമാലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമുക്കറിയാവുന്ന വാക്യമാണ്. 1-ാം അധ്യായത്തിന്റെ 23.
അവിടെ അപ്പോസ്തലൻ പറയുന്നത്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള വിലയേറിയ സത്യങ്ങളെ ഒരു വ്യാജത്തിന് കൈമാറ്റം ചെയ്തെന്നാ പറയുന്നത്. അത് അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ഈ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യര് അസത്യങ്ങൾക്ക് കൈമാറി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പൊ അത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ സ്പിരിച്വൽ ഹിസ്റ്ററി, ആത്മീയ ചരിത്രം അവിടെ തീരുന്നില്ല. എന്നിട്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അവർ ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങള് വ്യാജമാക്കി മാറ്റുകയോ അതിനെ ശ്രദ്ധാപൂർവം അല്ലാതെ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നത് ദോഷമായിട്ടേ വരുള്ളൂ. ഒരു ഗുണവും വരത്തില്ല, ഒരനുഗ്രഹവും അതിലൂടെ വരാനായിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ ഈ വേദപുസ്തകത്തിലെ ദൈവത്തെക്കുറിച്ച് പറയുകയും ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ചൊക്കെ പറയുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ദൈവത്തോടുള്ള ബഹുമാനം വർദ്ധിക്കണം, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം, ദൈവത്തോടുള്ള കടപ്പാട് വർദ്ധിക്കണം. കാരണം എന്താണ്? അനേകരിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ദൈവം നമുക്ക് പ്രകാശിപ്പിച്ചു തന്നത് ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ നീതി നിമിത്തമൊന്നും അല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്, മറിച്ച് ദൈവത്തിന്റെ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് അത് ബാധകമാണ്. നാം ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ മൺഫലകങ്ങളിൽ ദൈവം വിലയേറിയ ഡെപ്പോസിറ്റുകൾ തന്നിരിക്കുന്നു. അതിനെ നമ്മൾ ശ്രദ്ധാപൂർവം അതിനെ കൈകാര്യം ചെയ്യുക, ദൈവത്തോട് ഇടപെടുക, ദൈവിക സത്യങ്ങളെ ഗൗരവമായിട്ടൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിനകത്ത് ഭയം ജനിപ്പിക്കുന്നതായിരിക്കുന്ന വിധത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ദൈവത്തോട് ബഹുമാനം വേണം, റെവറൻസ് പഴയ നിയമത്തിലും വേണം, പുതിയ നിയമത്തിലും വേണം. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട, നമ്മൾ മക്കളാണ് എന്ന ഒരു സന്തോഷം നമ്മളെ സംബന്ധിച്ച് ഉണ്ട്. ആ ഒരു ഫ്രീഡം നമുക്കുണ്ട്, ആ ഒരു അവകാശം നമുക്കുണ്ട്, ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. നാം മക്കൾ എന്നുള്ള ആ പ്രത്യേക പദവിയും നന്മയും നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. എന്നിട്ട് 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കാണുന്നത്, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. കണ്ടോ, എന്തൊരു സങ്കടകരമായി പോയി. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാതെ ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത്, ഈ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ അതിൻ്റെ സത്യസന്ധതയിലും അതിൻ്റെ യാഥാർത്ഥ്യത്തിലും സ്വീകരിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പരിണത ഫലങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കാൻ ഇടയാകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ നോക്കിയാൽ ദൈവം ഒത്തിരി സത്യങ്ങൾ, അവരുടെ ആളുകളൊക്കെ എഴുതിയ കമന്ററികളൊക്കെ വായിച്ച് നമുക്ക് തല ഇറങ്ങിപ്പോ, എന്തോ ഒരു പഠനം നടത്തി, എന്തോ ഒരു ആഴത്തിലേക്ക് ഇറങ്ങി, എന്തോരും സത്യങ്ങൾ പ്രകാശിപ്പിച്ചു കൊടുത്ത്, എന്തോരും കാര്യങ്ങൾ, അതിനെ മുഴുവൻ അവര് യാതൊരു വിലയുമില്ലാതെ കൈകാര്യം ചെയ്ത സമയത്ത് ആ രാജ്യങ്ങൾക്ക് വന്ന് ഭവിച്ച ഗതികേടുകൾ എന്തോ ഒരു ഭയങ്കരമാണ്. ഇസ്രായേൽ ചരിത്രത്തിലും സത്യമാണ്. ദൈവത്തെക്കുറിച്ച് ഒത്തിരി സത്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുത്തു. അതിനെ അവർ മുറുകെ പിടിച്ച കാലത്ത് അവർക്ക് അത് നന്മയായിരുന്നു. അവരെ തള്ളിക്കളഞ്ഞ സമയത്ത് അത് അവരെ സംബന്ധിച്ച് നന്മയല്ല. നമ്മളെ സംബന്ധിച്ചും അത് സത്യമാണ്. ദൈവം നമുക്ക് പ്രകാശിപ്പിച്ചും അറിയിച്ചും തന്ന സത്യങ്ങൾ വെറുതെ ഒരു തമാശ ആയിട്ടൊന്നും അല്ല. വളരെ ഗൗരവമായിട്ടാണ് അതൊക്കെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗൗരവ സ്വഭാവം ഉൾക്കൊള്ളാനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം നമ്മളെ പ്രത്യേകം സഹായിക്കട്ടെ. ഈ സത്യങ്ങൾ ദൈവം നമുക്ക് പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒരു 3-4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കും. ഒന്നാമത് പറയുന്നത്, ഒറ്റ ദൈവമേ ഉള്ളൂ, അത് ഈ ദൈവം അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് അറിഞ്ഞിരിക്കെ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ കൂടുതലായിട്ട് അറിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം, യഹോവയെ അറിയുവാൻ ഉത്സാഹിപ്പിൻ,
എന്നാ പറയുന്നത്. യഹോവയെ അറിയുവാൻ ഉത്സാഹിപ്പിൻ. അപ്പൊ ഈ ദൈവത്തെ നാം അറിയണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ പറയുന്നത്, ധനവാൻ സമ്പത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ ബലത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. പിന്നെ യഹോവയായിരിക്കുന്ന ദൈവം ഭൂമിയിൽ നീതിയും ന്യായവും സത്യവും ആചരിക്കുന്നു എന്നതിൽ പ്രശംസിക്കട്ടെ. അതാണ് ദൈവത്തിന് സന്തോഷമുള്ളത്. ദൈവത്തെ അറിയുന്നതാണ് ദൈവത്തിന് സന്തോഷം. അപ്പം ഈ ദൈവം എങ്ങനെയുള്ളവനാണ്, അവന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ സ്വഭാവം എന്താണ്, അവന്റെ സത്ത എന്താണ്, അവൻ ലോക ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നത് ഏത് വിധത്തിലാണ്, ഈ ദൈവത്തെ നാം അറിയുന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തെ നമ്മൾ അറിയണം. അപ്പോസ്തലനായിരുന്ന പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, കാരാഗൃഹത്തിലായിരുന്ന പൗലോസ് പറഞ്ഞു, ഐ മേ നോ ഹിം, എനിക്ക് ഇനിയും അവനെ അറിയണം എന്നാ പറയുന്നു. എനിക്ക് ഇനിയും അറിയണം. വില്യം ടിൻഡേൽ ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തോട് നിങ്ങളുടെ എന്താ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ട്, ഹീബ്രു ഡിക്ഷണറി, ഹീബ്രു ഗ്രാമർ, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞെന്നാ പറയുന്നത്. ഒറിജിനൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് സഹായകരമായിരിക്കുന്ന ടൂൾസ് ഒക്കെ വേണം, ബൈബിള് വേണം, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണ്? ദൈവത്തെ കൂടുതൽ അറിയണം, ദൈവത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയണം. അവിടെയൊക്കെയാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇന്നത്തെ ക്രൈസ്തവ സഭയുടെ പ്രധാനപ്പെട്ട സന്തോഷം ഏത് വിഷയത്തിലാണ്? ദൈവത്തെ അറിയുന്നതിലാണ് സന്തോഷം. ദൈവത്തെക്കുറിച്ചും ദൈവിക വിഷയങ്ങളെക്കുറിച്ചും അവസാനത്തെ പുസ്തകം നമ്മൾ എന്നാണ് വില കൊടുത്ത് വാങ്ങിയത്? അവസാനത്തെ പുസ്തകം നമ്മൾ എന്നാണ് വായിച്ചത്? ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ പഠിക്കുന്നതിൽ നമ്മുടെ സന്തോഷം കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ? നമ്മുടെ കോൺവെർസേഷൻസിൽ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് എന്തൊക്കെയാ പറയുന്നത്? ദൈവത്തെക്കുറിച്ചാണോ? ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചു തന്ന വിലയേറിയ സത്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനും പരിശോധിക്കാനും കൊള്ളാവുന്ന വിഷയങ്ങളാണ്. അപ്പൊ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വി ഷുഡ് നോ ഹിം മോർ ആൻഡ് മോർ. അധികമായിട്ട് ദൈവത്തെ അറിയണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവത്തെ അറിയുന്ന ആളുകളെ സംബന്ധിച്ച് ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തെ സത്യസന്ധമായി അറിയുന്നതിൽ പ്രസാദമുള്ള ഒരു ദൈവം. ലോകത്തിലെ വലിയ വലിയ നേതാക്കന്മാരെ അറിഞ്ഞാൽ നമുക്ക് അറപ്പും വെറുപ്പും ഉളവാകും. എപ്സ്റ്റീൻ ഫയൽസ് അത് പുറത്തേക്ക് വന്നതോടുകൂടി ലോകത്തിലെ ഒത്തിരി ആളുകൾ, ഒത്തിരി പ്രസിഡന്റുമാരും വലിയ വലിയ ആളുകളും ഒക്കെ പ്രശ്നത്തിലായി. വലിയ വലിയ ബിസിനസ്സുകാര്, ബിൽ ഗേറ്റ്സിനെ പോലുള്ള ആളുകള്, ഇവരൊക്കെ പ്രശ്നത്തിലായി, പ്രതിരോധത്തിലായി. പക്ഷെ ദൈവത്തെ എന്തോരം അടുത്തറിഞ്ഞാലും ദൈവം പ്രതിരോധത്തിലൊന്നും ആകില്ല. അറിയുന്നവർ ഒത്തിരി ആനന്ദിക്കുകയും ഒത്തിരി ബലപ്പെടുകയും ശക്തിപ്പെടുകയും ഒക്കെ ചെയ്യും. ഈ ദൈവം ഏക ദൈവമാണ്. ഈ ദൈവം അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് ഇങ്ങനെയാണ്, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ. എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് എന്നെ സ്നേഹിക്കുന്നവർ എന്നല്ല, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ. അപ്പൊ ഒത്തിരി പേർക്ക് ഈ കൽപ്പന എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ പേടിയും അരിശവും ഭയങ്കര ഫീലിങ്സും ഒക്കെയാണ്. അത് എന്താന്ന് ചോദിച്ചാൽ ദൈവത്തോട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല, ഒരു സ്നേഹമൊന്നുമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ എന്നെ സ്നേഹിച്ച്, ഇപ്പം കർത്താവ് ഇത് പറയുന്നത്, അടിമ വീടായി മിസ്രയീം ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്ന ദൈവം ഞാനാകും, അതുകൊണ്ട് അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് പറയാമല്ലോ, അല്ലേ? പറയുന്നതിന് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഇസ്രായേൽ മകൾ കുഴപ്പമുണ്ടോ നോക്കിയിട്ടാണോ ദൈവം അത് പറയുന്നത്? അത് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കുന്നിടത്തല്ലേ അനുഗ്രഹം. അപ്പൊ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണി. ഈ ദൈവത്തെ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യം, സ്വാഭാവികമായിട്ട് നമുക്ക് ദൈവത്തോടൊരു അഫെക്ഷൻ വരും, ഒരു ഇഷ്ടമുണ്ടാവും, താല്പര്യം നമുക്ക് ദൈവത്തോടുണ്ടാവും.
അതിൻ്റെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ നന്മയും വിശ്വസ്തതയും, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ, വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ, തൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മളെ വീണ്ടെടുത്ത കാര്യമൊക്കെ അറിയുമ്പോൾ ദൈവത്തോട് നമുക്ക് വെറുപ്പാണോ ഉണ്ടാകുന്നത്? നല്ല ദൈവത്തോട് നമുക്ക് സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹമാണ് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം, അല്ലേ? അപ്പൊ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വിശ്വാസികൾ വീണ്ടും ദൈവത്തെ അനുസരിക്കുന്നതിൽ, വീണ്ടും അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നതിൽ അവരെപ്പോഴും പ്രചോദനം ഉള്ള ആളുകളായിരിക്കും. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് തന്നെയാണ് വീണ്ടും അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഒരു പ്രചോദനം. അമേരിക്കയിലെ ഐക്യനാടുകളിലെ ഒത്തിരി കോളേജുകളിലൊക്കെ ഒരു സ്പിരിച്വൽ റിവൈവൽ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെയുള്ള പല സ്നേഹിതന്മാരൊക്കെ അങ്ങനെയാ പറയുന്നത്. അവിടെ ഒരു നല്ല റിവൈവൽ ഉണ്ട് എന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ വേണേലും നടക്കാൻ ഇഷ്ടം പോലെയുള്ള സ്വാതന്ത്ര്യം യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് മടുത്തു. അതിലൂടെ ഒന്നും ഒരു സന്തോഷവും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായ സമയത്ത് നിലനിൽക്കുന്ന സമാധാനവും സന്തോഷം എവിടെയാണ്? അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ. ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു ഇൻ റിലേഷൻഷിപ്പ് എന്ന അർത്ഥത്തിൽ, ആ ഒരു സ്നേഹബന്ധത്തിലൂടെ ആണ് നമുക്കത് ലഭ്യമാകൂ എന്ന നിലയിൽ അവർക്ക് മനസ്സിലാകുന്നു, അവരതിലേക്ക് തിരിയുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. മാത്രമല്ല, ഈ ദൈവം മാത്രമാണ് ഏക സത്യദൈവം. അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്ന് പറയുമ്പം ഈ ദൈവത്തെ ആരാധിക്കുക, അത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. ജോൺ പൈപ്പർ അതിനെ മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവന ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഒരു വീട്ടിൽ നമ്മൾ ചെന്നു, ഹോസ്പിറ്റാലിറ്റി കാണിച്ചു. അവിടുത്തെ വീട്ടമ്മ നമുക്ക് നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി തന്നു. അതെല്ലാം ഉണ്ടാക്കി നമ്മൾ അതെല്ലാം കഴിച്ചു നന്നായിരുന്നു കേട്ടോ, താങ്ക് യു എന്ന് പറയുന്നതാണ് ആ ഡിന്നറിന്റെ കൺസ്യൂമേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അവര് നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ പിടി ഉണ്ടാക്കി തന്നു, ബിരിയാണി ഉണ്ടാക്കി തന്നു, നല്ല ഇറച്ചിക്കറി, മീൻകറി ഒക്കെ തന്നു. എല്ലാം നമ്മൾ ഇഷ്ടം പോലെ കഴിച്ച് നമ്മുടെ വയറ് നിറഞ്ഞു, വളരെ സന്തോഷമായി. ഒന്നും മിണ്ടാതെ പോകുന്നത് അതിനെന്താ കാടത്തം എന്ന് പറയണോ, അത് വേറെ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. സംതിങ് എന്തോ അങ്ങനെ പറയാനായിട്ട് പറ്റും. എന്നാൽ ഒരു മനുഷ്യൻ അതെല്ലാം കഴിച്ചിട്ട് അവിടുത്തെ വീട്ടമ്മയോട്, ആ വീട്ടുകാരോട് പറയാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു, നല്ല ഡിന്നറായിരുന്നു, താങ്ക് യു, പ്രത്യേകിച്ച് ഇന്ന ഐറ്റംസ് ഒക്കെ വളരെ സ്വാദിഷ്ടമായി എന്ന് പറയുന്നതാണ് അതിൻ്റെ കൺസ്യൂമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ രക്ഷ, വീണ്ടെടുപ്പ്, നീതി, സന്തോഷം, ദൈവത്തോടുള്ള ബന്ധം, അനുദിന അനുഗ്രഹങ്ങൾ, ആശ്വാസം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ജീവിതത്തിൽ വരുത്തുന്ന രൂപാന്തരം, എവറിത്തിങ് നമ്മൾ അനുഭവിച്ചു എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. സന്ധ്യയ്ക്ക് മിണ്ടുന്നില്ല, രാവിലെ മിണ്ടുന്നില്ല, ജീവിതത്തിൽ ഒരു സമയത്ത് ഒന്നും മിണ്ടുന്നില്ല. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ബിംബങ്ങളെ പോലെ ചുമ്മാ നിൽക്കുന്നു, ഒരു ചലനവും ഇല്ല. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അവര് ക്രിസ്ത്യൻ ലൈഫിൽ ഒരു കൺസ്യൂമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ ദൈവത്തിന്റെ ഒത്തിരി നന്മകളൊക്കെ നമ്മൾ അനുഭവിച്ചു. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, യഹോവ നല്ലവനല്ലോ എന്നാ അവർ പറഞ്ഞത്. അതാണ് ദാറ്റ്സ് വേർഷിപ്പ്, അതാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, വീണ്ടെടുപ്പ്, അവന്റെ മഹത്വം, അവന്റെ താഴ്ച, അതൊക്കെ ഒന്ന് വേറിട്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ആ നിലയിൽ അതിനെ ചിന്തിക്കാനും കാണാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ജോൺ മക്കാർത്തറിനോട് ഒരു മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല, ആളുകൾ ചോദിച്ചു, നമ്മുടെ ആരാധന കുറച്ചും കൂടെ ഡെപ്ത് ഉള്ളതാക്കി തീർക്കാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് ഡെപ്തായിട്ട് പഠിക്കണം, അറിയണം. അപ്പോഴാണ് ആരാധനയ്ക്ക് ഡെപ്ത് ഉണ്ടാകുന്നത്. പാട്ടുകൾ മാത്രമല്ല, പാട്ടുകൾക്ക് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ ആരാധനയിൽ. പാട്ടുകൾ പാടണം, ദൈവത്തെക്കുറിച്ച് നല്ല തോട്ട്സ് പറയാൻ പറ്റണം, അതിന് ആമേൻ പറയാൻ പറ്റണം, ആ വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പറ്റണം.
അങ്ങനെയൊക്കെയാണ് നമുക്ക് ദൈവത്തോടുള്ള ഈ അറിവിനെ ശരിയായി നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ദൈവത്തെ ആരാധിക്കണം വിശ്വാസികൾ. എങ്ങനെയെങ്കിലും ഒന്നുമല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധന എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യണം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ദൈവത്തെ നമ്മൾ പ്രസംഗിക്കണം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും. അപ്പൊ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പൊ ഈ ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങളെ ഘോഷിക്കണം, പ്രീച്ച് ചെയ്യണം, പറയണം, പഠിപ്പിക്കണം, പങ്കുവെക്കണം. വിശ്വാസികളുടെ ഇടയിലും പറയണം, ലോകത്തിലെ മനുഷ്യരുടെ ഇടയിലും പറയണം. രണ്ടിടത്തും പറയണം. വിശ്വാസികളോട് പറഞ്ഞാലാണ് അവർ ദൈവത്തെക്കുറിച്ച് കൂടുതൽ ഉന്നതമായ ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് വരികയും ദൈവത്തെ അറിയുകയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുകയും ചെയ്യുകയുള്ളൂ. അപ്പോസ്തലനായ പത്രോസും പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും കൃപയിലും വളരുവിൻ എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട, അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്നത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗം തന്നിരിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ പറയാതിരുന്ന പിന്നെ ആര് പറയും? നമ്മൾ പറയേണ്ടതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് വളരെ ആവശ്യമാണ്. അത് പുസ്തകങ്ങൾ എഴുതിയാൽ നല്ലതാണ്, പ്രസംഗ രൂപേണ പറഞ്ഞാൽ നല്ലതാണ്, തോട്ട്സ് ആയിട്ട് പറഞ്ഞാൽ നല്ലതാണ്, അനുദിന ജീവിതത്തിൽ പറഞ്ഞാൽ നല്ലതാണ്. അങ്ങനെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവം സോവറനാണ്, സർവാധികാരിയായിരിക്കുന്ന ഒരു ദൈവം ആണ്. ദൈവത്തോടൊപ്പമുള്ള നടപ്പിൽ നമ്മളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന പല സമയങ്ങളിൽ നമ്മളെ ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ദുഷ്കരമാകുന്നു എന്ന് നമുക്ക് തോന്നൽ ഉളവാക്കുന്ന ഒരു ഇഷ്യൂ ആണ് സർവാധികാരിയായ ദൈവത്തോട് ഒപ്പമുള്ള നടപ്പെന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ എഫെസോസിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പം കർത്താവ് പറയും ഇപ്പം അങ്ങോട്ട് പോകണ്ട. എന്നാൽ ബിഥുന്യയിലേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പം സമയമായിട്ടില്ല, പിന്നെ ഇങ്ങോട്ട് പോകണം. ഒരിക്കലും ചിന്തിക്കാത്ത ഫിലിപ്പിയിലേക്ക് പോയിക്കൊള്ളുക. അപ്പൊ അത് ദൈവം സർവാധികാരിയാണ്. സർവാധികാരിയായിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനകള്, തീരുമാനങ്ങളെല്ലാം സോവറിനാണ്. അത് നമ്മളോട് ആലോചന ചോദിച്ചിട്ടൊന്നും അല്ല ദൈവം ചെയ്യുന്നത്. വിചാരിക്കാത്ത പരിശോധനകൾ, ഉയർച്ചകൾ, താഴ്ചകൾ, പരാജയങ്ങൾ, സങ്കടങ്ങൾ, നമ്മുടെ എല്ലാ പ്ലാനുകളെയും ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി പുതിയ ഒരു പ്ലാൻ ഒക്കെ ദൈവമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ഈ ദൈവം സർവാധികാരിയാണെന്നുള്ള കാര്യം സന്തോഷത്തോടെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഈ 1-ാമത്തെ കൽപ്പന അന്യ ദൈവങ്ങളില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ സർവാധികാരത്തെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനെ അംഗീകരിക്കാതെ നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ വേറെ തിയറികളുടെ പുറകിലും വേറെ കാര്യങ്ങളുടെ ഒക്കെ പുറകിൽ പോകും. അപ്പൊ അത് വളരെ സുഖകരമായിരിക്കുന്ന, ഈസി ആയിരിക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഈസി അല്ല, എല്ലാവർക്കും ഈസി അല്ല, എല്ലാ കാര്യങ്ങളും ആർക്കും ഈസി അല്ല. അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സത്യം നമ്മൾ അറിഞ്ഞ് കർത്താവിൻ്റെ വഴികളിൽ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹമായി, ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവൻ നമ്മളെ ജയോത്സവമായിട്ട് തീർച്ചയായിട്ടും നടത്തും. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കേട്ട ദൈവമക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആത്മീയ വർധനയും ആശ്വാസവും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വളരെ നന്ദി ക്ലീറ്റസ് സഹോദര. നമ്മൾ 1-ാമത്തെ പ്രമാണത്തിൻ്റെ വിശദീകരണമായിട്ട് നമ്മൾ കേട്ടത് ദൈവത്തിൻ്റെ ആ സവിശേഷതകളെക്കുറിച്ചായിരുന്നു പ്രാഥമികമായിട്ട് കേട്ടത്. ദൈവം ഏകദൈവമാണ്, അവൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്, അതുപോലെ തന്നെ അദൃശ്യനാണ്, സർവാധികാരിയാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന
ദൈവത്തിന് മാത്രം ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മാത്രം അവകാശപ്പെടുവാനായിട്ട് കഴിയുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഈ ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധം എങ്ങനെയായിരിക്കണമെന്നും നമ്മുടെ ഉത്തരവാദിത്വം എന്തായിരിക്കണമെന്നും നമ്മൾ അതിന് തുടർന്ന് നമ്മൾ കേട്ടു. ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ആരാധിക്കുക, പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ സർവാധികാരം അംഗീകരിച്ച് അനുസരിക്കുക. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ കേട്ടു. ഒന്നാമത്തെ പ്രമാണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനൊരു പ്രസ്താവന ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കൽപ്പന ഒരു നിരോധനമല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും മൂല്യമുള്ളവന് മാത്രം ഇരിക്കാൻ കഴിയുന്ന സിംഹാസനം ഒരുക്കലാണ് എന്നൊരു പ്രസ്താവന ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് ക്ലീറ്റസ് സഹോദരൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിലേക്ക് വന്നതായിരിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. ഈ ദൈവമായിരിക്കുന്ന നിസ്തുല്യമായിരിക്കുന്ന ബന്ധമാണ് നമ്മെ അവനെ സ്നേഹിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, അവനെക്കുറിച്ച് ലോകത്തോട് പ്രൊക്ലെയിം ചെയ്യുവാനായിട്ട്, സർവ്വവിധത്തിലും എന്തു പറയുന്നുവോ അത് അങ്ങനെ തന്നെ അനുസരിക്കുവാനായിട്ടൊക്കെ നമ്മെ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയം വളരെ അനുഗ്രഹകരമായിരുന്നു എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആഴമേറിയ ബോധ്യം നമ്മൾ കേട്ടല്ലോ. ദൈവത്തെ അറിയുക, കൂടുതൽ അറിയുക, അങ്ങനെ അധികം അറിയുന്നതിലൂടെ അധികം സ്നേഹിക്കുക, അധികം ആരാധിക്കുക, അധികം പ്രസംഗിക്കുക. ദൈവം നമ്മെ സഹായിക്കും.